ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഓഗസ്റ്റ് 9 രക്ഷാബന്ധൻ ഡേ ആണ് ഇന്ന്. അപ്പോൾ ഒരു മാസം കൊണ്ട്, അതായത് കഴിഞ്ഞ മാസം തൊട്ട് ഈ മാസം ഓഗസ്റ്റ് 9 വരെ നമ്മുടെ മാർക്കറ്റിലോട്ടായാലും ചെറിയ ചെറിയ ഷോപ്പുകളിലായാലും കാണാൻ പറ്റുന്ന കാഴ്ചകളായിരുന്നു ഇങ്ങനെയുള്ള രാഖികൾ. പല ഡിസൈനിലും കളറിലും. ഡിസൈൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ രാഖിയുണ്ട്, പിന്നെ ദൈവങ്ങളുണ്ട്, അങ്ങനെ പല പല ഡിസൈനിലുള്ള രാഖികളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മാർക്കറ്റിൽ പോകുമ്പോൾ ഇങ്ങനെ കുറച്ച് മാലയും കമ്മലും വളയൊക്കെ എടുത്ത് വീഡിയോ ഇട്ടില്ല, എനിക്ക് എന്തോ പോലെയാണ് കേട്ടോ. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഈ ഒരു രക്ഷാബന്ധം എന്ന് പറയുന്നത് നമ്മുടെ സഹോദരി സഹോദരന്മാർ തങ്ങളിലുള്ള ബന്ധം ഒന്നുകൂടെ സംരക്ഷിക്കുകയും ബന്ധം ഉറപ്പിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹോദരന്മാരെ കൈകളിൽ രാഖി കെട്ടി സ്നേഹവും സംരക്ഷണവും ബന്ധവും എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഉറപ്പിക്കുന്ന ഒരു ചടങ്ങാണ് രക്ഷാബന്ധൻ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലില്ലെങ്കിലും മറ്റൊരു നാട്ടിൽ വരുമ്പോൾ അവിടുത്തെ വിശേഷ ദിവസങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അതാണ്. നമ്മുടെ സ്വന്തം സഹോദരനായാലും നമ്മൾ സഹോദരന്മാരായിട്ട് കാണുന്നവരായാലും നമ്മൾ ഈ ഒരു രാഖി കെട്ടി നമുക്ക് നമ്മുടെ ആ ഒരു ബന്ധം ഉറപ്പിക്കാം. കാര്യം ഇത് പറയാൻ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ഇവൂന് സ്കൂളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗേൾസ് എല്ലാവരും രാഖിയും ബോയ്സ് എല്ലാം ഓരോ ഗിഫ്റ്റുമായിട്ട് സ്കൂളിലോട്ട് വരണമെന്ന്. പക്ഷേ രക്ഷാബന്ധൻ്റെ അന്ന് ഫുള്ള് ഹോളിഡേ ആണ്. അപ്പോൾ ഈ രക്ഷാബന്ധൻ്റെ സമയത്ത് ബോയ്സ്, അതായത് സഹോദരിമാർക്ക് ഗിഫ്റ്റും മധുരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും, ഗിഫ്റ്റുകൾ ഷെയർ ചെയ്യും, അവരുടെ സ്നേഹബന്ധം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവനും സ്കൂളിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് വന്നിട്ട് നമ്മൾ സ്കൂളിലോട്ട് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റുമായിട്ടാണ് ഇവ പോയത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇവനിന് ക്ലാസ്സിൽ നിന്നൊന്നും ലൈൻ അടിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യമില്ല, സഹോദരന്മാരായില്ലേ, സ്കൂളുകളിലും കോളേജിലും എല്ലാം നടത്തും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,